കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഹൈക്കമാൻഡിനെ നേരിൽ കാണാൻ മുസ്ലിം ലീഗ് തീരുമാനം. ഇന്നലെ മലപ്പുറത്ത് ചേർന്ന ലീഗ് നേതൃയോഗത്തിലാണ് തീരുമാനം. തർക്കങ്ങൾ UDFന്റെ സാധ്യതകളെ ബാധിക്കുമോ എന്ന ലീഗിന് ആശങ്കയുണ്ട്. എന്നാൽ മുസ്ലിം ലീഗിന് അതൃപ്തിയുള്ളതായി അറിയില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അങ്ങനെ കോൺഗ്രസിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് അവർ ഒരു അതിർത്തിയും രേഖപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ലീഗ് ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ വാർത്ത ഉണ്ടാക്കുകയാണ്. ഓരോ ചാനലുകളും ഓരോ മാധ്യമങ്ങളും ഓരോ വാർത്ത രാവിലെ ഉണ്ടാക്കുകയാണ്. ഒന്നില്ലാഞ്ഞിട്ട് കോൺഗ്രസ് ലീഗും നേതൃത്വവും തമ്മിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഭയങ്കര സുദൃഢമായ ബന്ധമുണ്ട്. കോൺഗ്രസിൽ ഒരു തമ്മിത്തല്ലിൽ എന്താ തമ്മിത്തല്ലിൽ എന്ത് വഴക്കാണ് കോൺഗ്രസിലുള്ളത്? വിപിൻ സി വിജയനാണ് വാർത്തകൾ. വിപിൻ, ആദ്യം രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുന്ന ക്ഷണങ്ങൾ, ആരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യൻ, അതിനുശേഷം ഇപ്പോൾ തരൂരിന്റെ സർക്കാർ അനുകൂല പ്രസ്താവന, അതിനുശേഷം അതിനെ തുടർന്നുള്ള ചർച്ചകൾ, ഇതൊക്കെയാണോ ലീഗിനെ ഹൈക്കമാൻഡിനെ പോയി കാണാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ? വിപിൻ. അശ്വി, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇതിലുള്ളൊരു അതൃപ്തി അത് അവർ പരസ്യമായി തന്നെ പറയുകയാണ്. UDF ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കൂടുതൽ വ്യക്തമായി പറയുന്നത്. ഇത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു കാര്യത്തിന്റെ പുറത്തല്ല, അല്ലെങ്കിൽ ശശി തരൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദത്തിന്റെ പുറത്ത് മാത്രമല്ല. കഴിഞ്ഞ കുറച്ച് കാലമായി തന്നെ കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് നിൽക്കുന്ന നേതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ, അതിന്റെ പുറത്തേക്ക് വരുന്ന ഒരു രീതി ഒക്കെ അവർക്ക് വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാക്കുന്നുണ്ട്. അതിലൊക്കെ ഒരു അസ്വാരസ്യം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ടുണ്ട്. ആദ്യം അത് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളായിരുന്നു. ഈ സമയത്ത് തന്നെ ഹൈക്കമാൻഡിനെ കാണണം എന്നുള്ള ഒരു തീരുമാനം മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ അത് തദ്ദേശ തിരഞ്ഞെടുപ്പിനെയോ അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനെയൊക്കെ ബാധിക്കുമെന്ന് ചില MLA മാർ തന്നെ ലീഗ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. കാരണം ഒരു കെട്ടുറപ്പില്ല എന്നുള്ള ഒരു കാര്യമാണ് പുറത്തേക്ക് വരുന്നത്. അത് ഒട്ടും സാധ്യതകളെ ഇല്ലാതാക്കും എന്നുള്ളത് തന്നെയായിരുന്നു ലീഗിന്റെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പുറമെ അത് തുടരെ വിഷയങ്ങൾ, അതിനുശേഷം ഇപ്പോൾ ശശി തരൂരിന്റെ വിഷയം കൂടി രംഗത്തെത്തിയതോടുകൂടി ഇന്നലെ നടന്ന നേതൃയോഗത്തിലാണ് ഇത് ഹൈക്കമാൻഡിനെ കണ്ട് പറയണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു കൂടിയാലോചനയിലേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നത്. ഈ ആഴ്ച തന്നെ KC വേണുഗോപാലുമായി ആദ്യം സംസാരിച്ച് അതിനുശേഷം ഹൈക്കമാൻഡിനെ കാണുന്നതിനുള്ള ഒരു തീയതി തീരുമാനിക്കുക എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഫെബ്രുവരി 27 ഇപ്പോൾ ഇത് UDFന്റെ യോഗമുണ്ട്. ആ UDF യോഗത്തിൽ പറയേണ്ടത് പറയുമെന്നുള്ളത് ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു നേതാക്കൾ തമ്മിലുള്ള ഭിന്നത അത് പരിഹരിക്കാൻ കഴിയാതെ നീണ്ടു പോകുന്നത് ഒട്ടും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു പൊതുവികാരം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ LDFനെതിരെ, സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരം തുടരെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കോൺഗ്രസ് UDFന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ളൊരു ചടുലത ഉണ്ടാകുന്നില്ല. അങ്ങനെ ഉള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ തന്നെ കടന്ന് കറങ്ങുകയാണ് കോൺഗ്രസ് എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് കരുതുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനെ കാണാൻ നേതൃയോഗത്തിൽ തന്നെ ഒരു തീരുമാനവും എടുത്തിരിക്കുന്നത്. അശ്വി. വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഹൈക്കമാൻഡിനെ കാണാൻ പോകുന്നു ലീഗ് നേതൃത്വം.